ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രാന്തിനായിട്ട് അഭിനയിച്ച ആൾക്കാരും പിന്നെ കുറേ നല്ല പടമായിരുന്നു. എല്ലാവരും പോയി കാണാം. അത് എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? ഡയറക്ഷൻ ആണോ, മ്യൂസിക് ആണോ, മേക്കിംഗ് ആണോ? എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഇഷ്ടമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എല്ലാവരും കാണണം. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഓൺ ടെൻസ്ഡ് ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് മോശമായിരുന്നു. ഹൊററാണോ? പേടിക്കും? ഹൊറർ ഉണ്ട്, എല്ലാം ഉണ്ട്. മോശമാണ്. നല്ല മൂവിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? ഒരു പേടി തോന്നി. അടുത്ത് എന്താവോ അങ്ങനത്തെ ടെൻഷനിലാണ് ശരി കണ്ടു തീർക്കുന്നത്. നല്ല മൂവിയാണ്. ഡയറക്ടർ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം നല്ല രീതി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തോന്നി. സിനിമ നന്നായിരുന്നു. സിനിമ സൂപ്പറായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മൂവി. എല്ലാവരും പോയി കാണാം. പേടിച്ചായിരുന്നോ? ഇപ്പോഴും പോയിട്ട് ബ്രോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞെട്ടാ ബ്രോ എങ്ങനെയുണ്ട്? അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒന്നും പറയല്ല. സീൻ ഞെട്ടിയോ? അടിപൊളി. നല്ല ഞങ്ങൾ ഭയങ്കര ഒരു എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. എൻ്റെ അനിയൻ ഡയറക്ടർ ആയതുകൊണ്ട് പറയുന്നതല്ല, അത്രയും ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരുപാട് വർഷത്തെ പ്രയത്നമാണ്. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. അനിയൻ്റെ സിനിമയാണോ കരഞ്ഞത്? അത് എനിക്ക് അവന് ഒരുപാട് വർഷത്തെ അവൻ്റെ പ്രയത്നമാണ്. ഞങ്ങൾ കൂടെ ഇന്ന് കണ്ടിട്ടുണ്ട് അവൻ്റെ പ്രയത്നങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് അനുഭവം. ഓക്കെ ചേട്ടാ, ഷാനുവിൻ്റെ അച്ഛനാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മകൻ്റെ സിനിമ? അവൻ്റെ ജീവിതം തന്നെ സിനിമയാണ്. വേറെ ഒരു ഇതിനുമില്ല. ഞാൻ ഗൾഫിലാണ്. കുറേ വർഷങ്ങൾ കൊണ്ട് എല്ലാം സെറ്റാക്കി എടുത്തു. വളരെ നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു മോശമില്ല. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയുണ്ട് സിനിമ? എനിക്ക് വളരെ, ഞാൻ സിനിമയെ കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്. എപ്പോഴും സിനിമ കാണാറുണ്ട്, അതിൻ്റെ എല്ലാം മനസ്സിലാക്കാറുണ്ട്. ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാം പോകാറുണ്ട്. പക്ഷേ ഇതിലൊന്നും വളരെ ഞാൻ വിചാരിച്ചതിലപ്പുറം അടിപൊളിയായിട്ടുണ്ട്. പേടിച്ചായിരുന്നു? സിനിമ പേടിച്ചു, ഇരുന്ന് പോയി. പഠിക്കാൻ പറ്റാതായി. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, നല്ല പടം. ഓക്കെ ബ്രോ എങ്ങനെയുണ്ട്? നല്ല മൂവി. ഗംഭീരം. അത് പറയണമെന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കാണണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വന്ന് കാണും. കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും. വയലൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഫുള്ളി പാക്ഡ് ആണ്. വന്ന് കാണും, കണ്ടിട്ട് പറയും. ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ പിന്നെ. കാരണം ഇതിൻ്റെ ഡയറക്ടർ ഷഹീൻ എൻ്റെ കുറേ കാലത്ത് ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്ട്രഗ്ലിങ് എന്താണ്, എന്തൊക്കെ ഹാർഡ് വർക്കിലൂടെയാണ് വന്നതെന്നറിയാം. ഫൈനലി ആളുടെ പേര് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ, അതൊക്കെയാണ്. ഉണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കഥ പോലും അറിയാതെ ഞാൻ ചെയ്തൊരു പ്രോജക്റ്റാണ്. ബിഗ് സക്സസ് ആവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇങ്ങോട്ടൊരു നോട്ടന്താ. എങ്ങനെ ഈ പടം കണ്ടു? പേടിച്ചോ? ശരിക്കും പേടിച്ചോ? പക്ഷെ ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പർ പടമായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നല്ല പുതിയൊരു ത്രെഡാണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഫുൾ എൻഗേജിങ് ആയിരുന്നു. അടുത്തുണ്ടാണ് ഫുൾ എൻഗേജിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും പറഞ്ഞിട്ടോ നല്ല ത്രില്ലിംഗ്. ആക്ടേഴ്സൊക്കെ ഈ പ്ലോട്ട് എങ്ങനെയുണ്ട്? യൂത്തിന് ഇഷ്ടപ്പെടുമോ? നല്ല ബെറ്റർ മൂവി ആയിരുന്നു. നല്ല സർവൈവൽ അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും പക്കയായിട്ട് എഡിറ്റിംഗ് എല്ലാം നല്ല എഡിറ്റിംഗ് എല്ലാവരും മസ്റ്റ് ശരിക്കും മൂവിയാണത്. നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ള നല്ല സിനിമ കൊണ്ട് പേടിച്ചോ? പലരും പറഞ്ഞു പേടിച്ചെന്ന്. പേടില്ല, നല്ല കുഴപ്പമില്ല. നല്ലതായിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പറയേ, എങ്ങനെയുണ്ടായിരുന്നു? ക്രൗഡിനൊപ്പം കണ്ടിട്ട് സന്തോഷം. പറഞ്ഞോ. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ സർവൈവൽ ത്രില്ലറാണ്. അതിൻ്റെതായ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല.
പടമാണ് നമ്മുടെ. സോ നല്ല രീതിയിൽ വന്നതിലും നല്ല അഭിപ്രായങ്ങൾ വന്നതിലും വളരെ സന്തോഷം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, സന്തോഷം കൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വിശാഖിനെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സത്യമായിട്ട്. നമ്മുടെ പുള്ളിയാണ് മെയിൻ ഫാക്ടറി പടത്തിൻ്റെ ഒരു നടന്നുകൊണ്ട് പറയുന്നത് പുള്ളി തന്നെയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തൊരു മനുഷ്യനാണതില്, ഒരു രക്ഷയില്ല. ശരിക്കും ആനിമൽസ് ഒക്കെ മാറി നിൽക്കണം. അമ്മാതിരി പെർഫോമൻസ്, ഗംഭീര പെർഫോമൻസ്. ക്രൗഡിനിടയിൽ ഇരുന്ന് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഈ സീൻസ് ഒക്കെ കണ്ടപ്പോൾ, വയലൻസ് കണ്ടപ്പോൾ? നമ്മൾ വിചാരിച്ചതിനൊക്കെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം ചില സീനുകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ്, കയ്യടികൾ, തമാശയൊക്കെ ഭയങ്കരമായിട്ട് ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ മുകളിലേക്കുള്ളൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു സിനിമ. മോളാണിത്. ആ രനിഷയുടെ അമ്മ ആണോ? ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. റനീഷയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കുറച്ചാണെങ്കിലും സൂപ്പറായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അപ്പോഴേ ഇതിൻ്റെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അനീഷ് പറഞ്ഞോ? വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഇതുവരെ കിട്ടുന്നത്. ബാക്കി നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നോക്കാം. താങ്ക് യു.